ഹലോ, ഞങ്ങൾ അമ്മയുടെ സ്പെഷ്യൽ ചീര തുറന്ന് നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് കുറച്ച് നാടൻ ചീര ഒട്ടും വിഷമില്ലാത്തത് മുറിച്ചെടുത്തിട്ടുണ്ട്. നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് കുനുകുനാന്ന് അരിഞ്ഞെടുക്കുക കേട്ടോ. അപ്പോൾ അരിഞ്ഞെടുത്ത് കാണുമ്പോൾ ഒരൊറ്റ പാത്രം ഉണ്ടാവും, പക്ഷേ വെക്കുമ്പോൾ ഒരു ലേശം ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മുടെ ചീര ഇവിടെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു തേങ്ങാക്കൂട്ട് അരമൂടി തേങ്ങ, 10 ചെറിയുള്ളി, 4 വറ്റൽമുളക്, ലേശം ഉപ്പ് ചേർത്ത് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി വെക്കാനായിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് കത്തിച്ചിട്ടുണ്ട്. എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് കടുക് പൊട്ടിക്കുന്നുണ്ട്. കടുക് പൊട്ടി വരുമ്പോൾ തേങ്ങാക്കൂട്ടും ചേർത്ത് കൊടുത്ത് പച്ചമണം മാറി വരുമ്പോൾ നമ്മുടെ ചീര അതിലേക്ക് ചേർക്കും. ചീര ചേർത്ത് ഇളക്കി കൊടുക്കുമ്പോൾ നമുക്ക് ലേശം വെള്ളം അതിൽ ഒഴിച്ചാലോ എന്ന് തോന്നും കേട്ടോ. ഒഴിക്കരുതേ. അത് നന്നായി ഒന്ന് ഇളക്കിയിട്ട് അടച്ചു വെച്ച് കൊടുക്കുക. അപ്പോൾ ആ ചീരയിൽ നിന്നുള്ള വെള്ളം തന്നെ വരും. അപ്പോൾ ആവിയിൽ വെന്ത് കിട്ടുന്നതാണ് എപ്പോഴും ചീര ഐറ്റംസിലൊന്നും നമ്മൾ വെള്ളം ചേർക്കാറില്ല. അപ്പോൾ നല്ല പച്ചച്ചോറും ചീരത്തോരനും അടിപൊളിയാണ് കഴിക്കാൻ. അപ്പോൾ എനിക്ക് പച്ചച്ചീര ഇഷ്ടമല്ല, ചുവന്ന ചീരയാണ് ഇഷ്ടം. പിന്നെ ഞങ്ങളുടെ അമ്മ ഇതുപോലെ വയ്ക്കുക. ഇതുപോലെ നിങ്ങളും ചീരത്തോരൻ റെഡിയാക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ചുവപ്പ് ചീര ഇഷ്ടമുള്ളവരും